ഫെദിൽ മാക്കുത്തി, കുപ്പത്തെ സ്ഥിതി എന്താണ്? ദേശീയതവാദയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുന്നു, അതിൻ്റെ ഭാഗം വീണ്ടും വീണ്ടും അടർന്നു വീഴുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. കുന്നിരിച്ചാണ് പലയിടത്തെയും നിർമ്മാണം. പരിസ്ഥിതിവാദമൊക്കെ ഉയർത്തുമ്പോഴും നമ്മുടെ വികസനം എന്നത് പരിസ്ഥിതി സങ്കല്പങ്ങളെ കൂടി ചേർത്ത് വെക്കുന്നതാണെങ്കിലും വികസനമല്ലേ എതിര് നിൽക്കാൻ പാടുണ്ടോ? വികസന വിരുദ്ധരാകണോ എന്ന ചോദ്യമൊക്കെ പല ഘട്ടങ്ങളിലും കേട്ടതാണ്. അവിടെയാണ് ഇപ്പോൾ അതിനോടെല്ലാം കോംപ്രമൈസ് ചെയ്ത നാട്ടുകാർ ഇപ്പോഴും പ്രതിസന്ധിയും യാത്രക്കാർ വലിയ അപകട ഭീഷണിയും അനുഭവിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആരും വികസനത്തിനെതിരല്ല. വളരെ കൃത്യമായി കേരളത്തിന്റെ വികസനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാന UDF. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. മഴ തുടങ്ങുമ്പോൾ തന്നെ, കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെയ്യുന്ന മഴയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി അങ്ങോട്ട് എത്ര ആളുകൾ ജീവൻ പോകുമെന്നുള്ള ഉത്തരം പറയാൻ ഈ സർക്കാരുകൾ തയ്യാറാവണം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള കൃത്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മലപ്പുറത്തായാലും ഇന്നിപ്പം കുപ്പത്തായാലും ഒക്കെ ഈ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മണ്ണിടുകയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നത്. ആൾ അപായമില്ലെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന വലിയ മഴയെ താങ്ങി നിർത്തേണ്ടല്ലെങ്കിൽ അതിന്റെ ശക്തി ഈ ദേശീയപാതക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ കെട്ടിപ്പൊക്കി ഈ പാതക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയൊരു ചൂരൽമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടത്തേക്ക് വരുമോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഇതൊക്കെ ഈ കുന്നൊക്കെ ഇടിച്ച് അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഈ പരിസ്ഥിതി ആഘാതത്തിന്റെ ഭാഗമായി ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ആർക്കും നിശ്ചയമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന രൂപത്തിലേക്കാണ് പോകുന്നത്. തീർച്ചയായും ഇതിന്റെ വികസനത്തിന് ആരും എതിരല്ല. ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും അതിന്റെ ചാമ്പ്യന്മാരാകാനൊക്കെ ആളുണ്ട്. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്വം കൂടി ഈ സർക്കാരുകൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കേണ്ടത്. ജനങ്ങളുടെ ജീവൻ വെച്ചാണ് വികസനത്തിന്റെ പേരിൽ നടക്കുന്ന വികസനത്തിനപ്പുറത്തേക്ക് അശാസ്ത്രീയമായ രൂപത്തിൽ അതോടൊപ്പം തന്നെ കെട്ടുറുപ്പ ഇല്ലാത്ത രൂപത്തിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് അതിന്റെ പണി പൂർത്തിയാകുന്നതിന്റെ മുമ്പ് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? ആരാണ് ഇതിന് ഉത്തരം പറയുക? വളരെ നിസ്സാരവൽക്കരിക്കപ്പെടേണ്ട കാര്യമാണോ ഇത്? അല്ലല്ലോ. ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യേണ്ട റോഡാണ്. നമ്മൾ അവിടെ കാണുന്നുണ്ട്, ഇവിടെ കണ്ണൂര് സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. കാരണം ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം അവർക്ക് ജനജീവിതം താറുമാറായ ഒരു അവസ്ഥ. വീട്ടിലേക്ക് ചെളി കയറുന്നു, മണ്ണ് കയറുന്നു. ഒരു മഴ പെയ്തപ്പോഴുള്ള ഒരു അവസ്ഥയാണിത്. ഇനി 5 ദിവസം കഴിയുമ്പോൾ കാലവർഷം എത്തുകയാണ്. അപ്പോൾ വികസനം നല്ലത് തന്നെയാണ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വികസനത്തിന് ആരും എതിരല്ല. പക്ഷേ ഇത്തരത്തിലുള്ള വികസനങ്ങൾ വരുമ്പോൾ ഒരു പഠനവും നടത്താതെയാണോ നമ്മുടെ നാട്ടിലെ ദേശീയപാത നിർമ്മാണങ്ങൾ ഉൾപ്പെടെ നടക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കേരളത്തിന്റെ പാരിസ്ഥിതിക അവസ്ഥയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു അടുത്ത കാലങ്ങളിലായി കേരളത്തിനകത്തുണ്ടായ ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ കേരളയിലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം വരാൻ കാരണം എന്താ? ഇത് തന്നെയായിരുന്നു. ഈ അത് താങ്ങാനുള്ള ശക്തി കേരളത്തിന്റെ ഈ പാരിസ്ഥിതിക മേഖലയ്ക്കില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് റോഡുകൾ ആവശ്യമാണ്, നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമാണ്. അതിന് യാതൊരു എതിരല്ല. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ള സമയത്ത് തന്നെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോൾ അതിന് കൃത്യത വേണ്ടേ? അതിന് കൃത്യമായ രൂപത്തിലുള്ള അതിന്റെ കാര്യങ്ങൾ നടപ്പാക്കണ്ടേ? അല്ലാതെ വളരെ ലാഘവത്തോടു കൂടി ഇപ്പൊ കുന്നിടിച്ച് ഇപ്പൊ ആ മേഖലയിലൊക്കെ പോകുന്ന ആളുകൾക്ക് വളരെ കൃത്യ തളിപ്പറമ്പ് കഴിഞ്ഞാൽ അവിടെയുള്ള കുന്നൊക്കെ ഇടിച്ച് റോഡ് വീതി കൂട്ടുമ്പോൾ അതിന്റെ പരിസരങ്ങളിൽ നിൽക്കുന്നവര്, അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നവര്, അവരുടെയൊക്കെ ജീവന് സുരക്ഷയ്ക്കൊക്കെ ഭീഷണിയാണ്. അതൊന്ന് കൃത്യമായി അനലൈസ് ചെയ്യാനോ അവർക്ക് മാറ്റിപ്പാർപ്പിക്കാനോ അവർക്ക് വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും ഇവർ തയ്യാറായിട്ടില്ല. ഇവർ കൃത്യമായി കലക്ടറേറ്റിൽ യോഗം ചേർന്ന് ഇന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യുമെന്നതിന്റെ കമ്പനി അധികൃതർ പല ഘട്ടങ്ങളിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രാവർത്തികമല്ല. അവർ പറഞ്ഞ അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പല സ്ഥിതികളും ഈ ദേശീയപാത ഓരത്തുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ രൂപത്തിൽ അങ്ങനെ കുന്നിടിച്ചതിന്റെ ഭാഗമായി മഴവെള്ളം വരുമ്പോൾ ഇപ്പൊ ഒരു മഴ 2 കാലവർഷത്തിന് മുമ്പേയുള്ള മഴയാണ് വന്നത്. ഇനി കാലവർഷം വരുമ്പോൾ എങ്ങനെയാണ്, എത്ര ആളുകൾക്ക് ജീവഹാനി സംഭവിക്കും, എന്തൊക്കെ ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് വളരെ ആശങ്കയാണ്. ഉത്തരം പറയാൻ സർക്കാരുകൾ ഇതിന്റെ ഭാഗമായി നിന്ന് ഇതിന്റെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ കേന്ദ്രവും കേരളവും ഞങ്ങളാണ് ഇതിന്റെ ആളെന്ന് പറയുമ്പോൾ ഇത്തരം ദുരന്തം വരുമ്പോൾ ഞങ്ങളല്ല അത് ദേശീയപാത ആണ് അല്ലെ സംസ്ഥാന സർക്കാരാണെന്ന് പറഞ്ഞ് ഒഴിയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഇതിന് ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഇതിന് കൃത്യമായ നടപടിയുണ്ടോ? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ അപകടങ്ങളിലേക്ക് പോകുമോ എന്നൊക്കെ കുറിച്ച് കാര്യങ്ങൾ പറയേണ്ടതാരാ? ഉദ്യോഗസ്ഥന്മാർ സർക്കാരും അല്ലേ?